യുസിയുടെയും സയോയുടെയും ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നു. അതിനുശേഷം അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഹ്വാങ് എന്നൊരു വ്യക്തിക്ക് അവർക്ക് കുടിക്കുവാനുള്ള ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് എത്തുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരാളെ കാണുമ്പോൾ തന്നെ അയാൾ വളരെയധികം ടയേർഡ് ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സയോയും അയാൾക്ക് കുടിക്കുവാനായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ നൽകുന്നു. സായോയും ഇപ്പോൾ ജിയോയുമായിട്ടൊക്കെ സംസാരിക്കുന്നു. നേരത്തെ മൂന്ന് പേരായിട്ട് ഡേറ്റ് ഒക്കെ ചെയ്ത സമയത്ത് ജിയോയും ഒരു കാര്യമൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നിനക്കപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നോ അത്? എന്തായാലും എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു നീയും അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സായോയും ജിയോനെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുകയാണെങ്കിൽ ഗസ്റ്റുകളും ഞങ്ങളുമായിട്ട് സഹകരിച്ച് അതിന് മറുപടിയൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലായിരുന്നു ഞാനും അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും എല്ലാ ഗസ്റ്റുകളും നല്ല രീതിക്ക് തന്നെ പെർഫോം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഷെന്നിന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലൊക്കെയാണ്. ഷെന്നും ഓവറായിട്ടൊക്കെ വലിയ അധികാരമൊക്കെ കാണിക്കുന്നുണ്ട്. ഷെന്നിന് കൂടുതൽ പണം വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സത്യങ്ങളൊന്നും തന്നെ തുറന്നു പറയാതെയൊക്കെ എങ്ങനെയാണ് പണം ഉണ്ടാക്കുവാനായിട്ട് കഴിയുക? നല്ലൊരു പൊസിഷനിലൊക്കെ എത്തണമെങ്കിൽ കുറച്ച് ത്യാഗമൊക്കെ സഹിക്കേണ്ടതായിട്ട് വരുമെന്ന രീതിക്കൊക്കെയാണ് ജിയോയും സംസാരിക്കുന്നത്. ഷെൻ അങ്ങനെയൊക്കെയാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, നീ നന്നായി തന്നെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഞാനും നിനക്ക് ഫുഡൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ മോട്ടിവേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു സായോ സംസാരിച്ചത്. ഇതെല്ലാം തന്നെ യൂസിയും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നീ ശരിക്കും എന്തിനാണ് ഈ ഒരു ഷോയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സായോയുടെ അടുത്ത് യൂസി ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അല്ലെങ്കിൽ തന്നെ പറഞ്ഞതല്ലേ, ഈ ഷോയിൽ പങ്കെടുക്കുന്ന ഗസ്റ്റുകളിൽ ഒരാളെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടായിരുന്നു ഈ ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സയോ പറയുമ്പോഴത്തേക്കും ഷോയിൽ പങ്കെടുക്കുന്ന മൂന്ന് പേര് നിന്റെ ഫ്രണ്ട്സ് ആണ്. നീ അവരുമായിട്ട് നേരത്തെ തന്നെ സംസാരിച്ചിട്ടും കോണ്ടാക്റ്റിൽ ഉള്ളതുമാണ്. അങ്ങനെ ഇരിക്കെ നിനക്ക് ഇവരുടെ ആരുടെയെങ്കിലും അടുത്ത് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഉറപ്പായിട്ടും തുറന്നു പറഞ്ഞേരെ. പക്ഷെ അതൊന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ഇതുപോലത്തെ ഒരു ഷോയിൽ വരേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവും നിനക്കില്ല. യൂസിയും അങ്ങനെ വളരെയധികം സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും സയോ ആ മൂന്ന് പേരല്ലാതെ നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ തിരിച്ച് യൂസിയുടെ അടുത്തും ചോദിക്കുന്നു. പക്ഷേ യൂസിക്ക് അങ്ങനത്തെ ഒരു തോന്നൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഥവാ നിനക്ക് എന്നെയാണ് ഇഷ്ടമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് എന്റെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ മതി. അല്ലാതെ ഈ ഷോയിലൊന്നും പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്ന രീതിക്കാണ് യൂസിയും സംസാരിക്കുന്നത്. ലൂവും ഇപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം തന്നെ ചെക്ക് ചെയ്ത് ഷെനുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അസിസ്റ്റന്റും നേരത്തെ ടയേർഡായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഹ്വാങ് ബോധം കെട്ട് വീണു എന്ന കാര്യമൊക്കെ അവരെയും അറിയിക്കുന്നത്. ഷെന്നും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഹ്വാങ്ങിനെയും ഹ്വാങ്ങിന്റെ വൈഫിനെയും കണ്ട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹ്വാങ്ങിന് ഇപ്പോൾ ഒരു അസുഖമൊക്കെ വന്നിരിക്കുകയാണ്. ഈ ഒരു അസുഖം വരുവാനുള്ള പ്രധാന കാരണം ഓവറായിട്ടൊക്കെ വർക്ക് ചെയ്തതാണ്. എന്തായാലും ഹ്വാങ്ങിന് കൂടുതൽ പണമൊക്കെ നൽകി സെറ്റിൽ ചെയ്യാമെന്ന രീതിക്കായിരുന്നു ഞാനും സംസാരിച്ചെത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഷെനും ഇപ്പോൾ ബോസിനെയൊക്കെ അറിയിക്കുന്നു. എങ്കിൽ പോലും ഹ്വാങ് നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തതല്ലേ, അങ്ങനെ ഇരിക്കെ കൂടുതൽ വർക്കൊക്കെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഷെൻ ബോസിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ഓവറായിട്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. മാത്രമല്ല അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ഒന്നും തന്നെ നമുക്ക് വന്നിട്ടും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പ്രൊഡക്ഷനിലുള്ള എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഇവന് കൊടുക്കുവാനായിട്ട് കുറച്ച് തുകയൊക്കെ മാറ്റി വെക്കാം. അങ്ങനെ ആക്കുമ്പോഴത്തേക്കും അവർക്കും ഒരുപാട് കടവും മറ്റുമൊക്കെ ഉള്ളതല്ലേ, അങ്ങനെയുള്ള അവർക്ക് എന്തെങ്കിലും ഒരു സഹായവും ആകുമല്ലോ എന്നൊക്കെ ബോസും സംസാരിക്കുന്നു. ഇപ്പോൾ അടുത്തൊരു പ്രശ്നമൊക്കെ വന്നിരിക്കുകയാണ്. അതൊക്കെ അറിഞ്ഞിട്ട് ഷെനും ലൂവും കൂടി ബോസിന്റെ അടുത്തേക്കൊക്കെ ഓടി ചെല്ലുമ്പോഴത്തേക്കും ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയതല്ലേ, അതുപോലെ ഇന്നും ഞാൻ ഹ്വാങ്ങിനെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹ്വാങ്ങിന്റെ വൈഫ് എന്റെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവൻ ഇനി വർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് അവൻ ഒരു വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര തുകയായിരിക്കും കിട്ടുക, അത്രയും തുകയൊക്കെ അവന് കൊടുക്കുവാനായിട്ടും ആവശ്യപ്പെട്ടു. മാത്രമല്ല അവളും നമുക്കെതിരായിട്ട് കേസ് പോലും ഇപ്പോൾ കൊടുത്തിരിക്കുകയാണെന്നുള്ള കാര്യം എല്ലാം തന്നെ ബോസും ഇപ്പോൾ ഷെന്നിനെ അറിയിക്കുന്നു. ഒരു വർഷത്തേക്ക് 1,20,000 യുവനൊക്കെയാണ് ആകുന്നത്. അത്രയും തുക കൊടുക്കുന്നതിലായിരുന്നില്ല. അതിന് പകരമായിട്ട് ഇവർക്കെതിരെ ഒരു കേസൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഷോയിനെ അത് വല്ലാതെ ബാധിക്കുമായിരുന്നു. ആ ഒരു കാര്യത്തിലായിരുന്നു ഷെന്നിന് കൂടുതൽ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ മറ്റൊരു പ്രശ്നം കൂടി അവർക്കിപ്പോൾ നേരിടേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഹ്വാങ്ങുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ പലരും അവനെ വളരെയധികം മോശമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തതെന്നും അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു അസുഖം വന്നതെന്നും പറഞ്ഞിട്ട് ജോലി പോലും ഉപേക്ഷിച്ചൊക്കെ പോയിരിക്കുകയാണ്. അവരെല്ലാവരും ഹ്വാങ്ങിനെ സപ്പോർട്ട് ചെയ്ത് അവന്റെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹ്വാങ്ങിന് മാത്രമായിരിക്കില്ല, അവർക്ക് എല്ലാവർക്കും കൂടുതൽ പണമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുമായിരിക്കുമെന്ന രീതിക്കൊക്കെയാണ് ബോസും സംസാരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ഇത്രത്തോളം വഷളായിട്ടൊക്കെ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇതിനു പിന്നിൽ മറ്റാരോ ഉണ്ട് എന്നൊരു തോന്നലൊക്കെ എനിക്ക് വരികയാണെന്നൊക്കെ ഷെന്നും പറയുന്നു. എന്തായാലും നമുക്കെതിരായിട്ട് കേസൊക്കെ ഉള്ളതല്ലേ, നമുക്കും ഒരു അഡ്വക്കേറ്റിനെ നോക്കേണ്ടതായിട്ടില്ലേ എന്നൊക്കെ ഷെൻ ചോദിക്കുമ്പോഴത്തേക്കും
ഇത് ഹോട്ടലിനെ കൂടി ബാധിക്കുന്ന ഒരു കേസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോട്ടലിന്റെ തന്നെ ലീഗൽ അഡ്വൈസർ ആയിട്ടുള്ള സയോനെ നമുക്ക് ഈ ഒരു കേസും ഏൽപ്പിക്കാമെന്നൊക്കെ ലൂവും പറയുന്നു. ഷെന്നും സായോയും ഹ്വാങ്ങിന്റെ വൈഫിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഹ്വാങ്ങിന്റെ വൈഫിന്റെ കൂടെ അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ എത്തുന്നത് നമ്മുടെ ക്വിന്നാണ്. ഹ്വാങ്ങിന് നിലവിൽ പണം കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഒരു കോമ്പൻസേഷൻ ഒക്കെ നൽകുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതൊരിക്കലും വർക്ക് സമയത്ത് നടന്ന ഒരു ഇഞ്ചുറി ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം 1 വർഷത്തെ പണം നൽകുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ സായോ സംസാരിക്കുന്നു. വർക്ക് ഇഞ്ചുറി ആയിട്ട് ഇതിനൊന്നും കൂട്ടുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിൽ പോലും ഒരു മാനുഷിക പരിഗണനയ്ക്ക് അവന് നൽകിക്കൂടെ? അങ്ങനെ മാനുഷിക പരിഗണനയൊക്കെ നൽകുന്ന സമയത്ത് ഇത്ര പണം നൽകണമെന്നൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവന് കിട്ടാവുന്ന 1 വർഷത്തെ ശമ്പളമൊക്കെ നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തരികയാണെങ്കിൽ അവന് ഇനിയുള്ള കാലം ചികിത്സിക്കുവാനുള്ള ഹോസ്പിറ്റൽ ബില്ലും മറ്റുമൊക്കെ അടയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന രീതിക്കൊക്കെയാണ് ക്വിൻ സംസാരിക്കുന്നത്. പിന്നീട് ക്വിന്നും ഹോങ്ങിന്റെ വൈഫും കൂടി തിരിച്ചു പോകുന്ന സമയത്ത് ക്വിൻ വളരെയധികം സോഫ്റ്റ് ആയിട്ടൊക്കെ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും അവരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. നമുക്കും വളരെ റൂഡായിട്ടൊക്കെ അവരുടെ അടുത്ത് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവരും പണമൊക്കെ നൽകുകയുള്ളൂ എന്ന രീതിക്കൊക്കെയാണ് ഹ്വാങ്ങിന്റെ വൈഫും ക്വിനോട് സംസാരിക്കുന്നത്. എങ്കിൽ പോലും ഞാനൊരു മനുഷ്യത്വത്തിന്റെ രീതിക്കൊക്കെ പണം നൽകുവാനായിട്ട് സാധിക്കുമെന്ന പോയിന്റ് ആയിരുന്നു അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എമൗണ്ട് ഒക്കെ വളരെയധികം കൂടുതലാണ്. നമുക്ക് കുറച്ചൊക്കെ എമൗണ്ട് കുറയ്ക്കേണ്ടതായിട്ട് വരുമെന്നൊക്കെ ക്വിന്നും മറുപടി കൊടുക്കുന്നു. അതൊരിക്കലും വലിയൊരു എമൗണ്ട് ഒന്നുമല്ല. എത്രത്തോളം പണമൊക്കെ ഷോയ്ക്ക് വേണ്ടി ചിലവായിട്ടുണ്ട് എന്നും ഓരോ ദിവസവും എത്രത്തോളം പണം ചിലവാകുന്നുണ്ട് എന്നുമുള്ള കാര്യം എല്ലാം തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല, ഈ ഒരു ഷോ നിന്നു പോവുകയാണെങ്കിൽ അവർക്കായിരിക്കും നഷ്ടമുണ്ടാവുക. അങ്ങനെ നഷ്ടമുണ്ടാവാതെയൊക്കെ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ ആയിരുന്നു ഹങ്ങിന്റെ വൈഫ് പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആരോ ഒരാൾ എല്ലാ കാര്യങ്ങളും ഹങ്ങിന്റെ വൈഫിനെ പറഞ്ഞു പഠിപ്പിച്ചതായിട്ടൊക്കെ കിന്നും തോന്നുകയാണ്. ഷെന്നും ക്വിനും ഇപ്പോൾ ആകെ അടികൂടിയൊക്കെ ഇരിക്കുകയാണ്. എന്റെ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എങ്ങനെയാണ് ഞാൻ ഇവരുടെ പ്രശ്നമൊക്കെ ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷോയ്ക്കെതിരായിട്ടൊരു കേസൊക്കെ വരുമ്പോഴത്തേക്കും ക്വിൻ ഒരിക്കലും ആ ഒരു കേസ് ഏറ്റെടുക്കാനായിട്ട് പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായമൊക്കെയാണ് ചെങ് പറയുന്നത്. പക്ഷേ ഇതിൽ ക്വിനിന്റെ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. ആദ്യമായിട്ടാണ് ക്വിനിന് ഒഫീഷ്യലായിട്ടൊരു കേസൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു കേസ് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഇനിയും കേസ് കിട്ടുന്ന സാധ്യതയൊക്കെ അവൾക്ക് കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തൊക്കെയായിരുന്നു സൂവും ഇരുന്നത്. ഈ ഒരു സമയത്താണ് അവർ രണ്ടുപേരും തിരിച്ച് റിസോർട്ടിലേക്കും എത്തുന്നത്. ഇപ്പോൾ സൂവും ഷെനിനെയും ക്വിനിനെയും ഒന്നിച്ച് വിളിച്ചിരുത്തിയതിനു ശേഷം നമ്മൾ ഫ്രണ്ട്സ് ആണ്, എന്ത് പ്രശ്നം വന്നാലും ഒന്നിച്ച് വേണം അതിനെ നേരിടുവാൻ, അല്ലാതെ അടികൂടുവാനായിട്ട് പാടില്ല എന്നൊക്കെ അവരോട് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെനും ക്വിനും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ക്വിന്നും അവളുടെ ഉള്ളിലുണ്ടായിരുന്ന സംശയത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അവളുടെ ഓഫീസിലൊക്കെ എത്തിയതിനു ശേഷം ഈ ഒരു കേസ് അവളെ തന്നെ ഏൽപ്പിക്കണമെന്നായിരുന്നു ഹാങ്ങിന്റെ വൈഫൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഷോയ്ക്കെതിരായിട്ടുള്ള കേസാണെന്നും ഷോയിന്റെ പ്രൊഡ്യൂസർ എന്റെ ഫ്രണ്ട് ആണെന്നൊക്കെ ക്വിന്നും അവളുടെ സീനിയറിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നിനക്ക് എക്സ്പീരിയൻസ് ഒക്കെ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് നേടിയെടുക്കുവാനായിട്ട് ഈ ഒരു കേസൊക്കെ നീ അറ്റൻഡ് ചെയ്താൽ മതിയാക്കൂ. മാത്രമല്ല, പേഴ്സണൽ ലൈഫ് പേഴ്സണലായിട്ടും പ്രൊഫഷണൽ ലൈഫ് പ്രൊഫഷണലായിട്ടും കാണുവാനായിട്ടൊക്കെ നീയും പഠിക്കണമെന്നായിരുന്നു സീനിയറും പറഞ്ഞത്. അതിന് പ്രകാരമാണ് ക്വിന്നും കേസൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നതും. അത് മാത്രമല്ല, ഞങ്ങളുടെ ഓഫീസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ അവർക്ക് ആർക്കും ഈ ഒരു കേസ് കൊടുക്കാതെ എനിക്ക് മാത്രമായിട്ട് ഈ ഒരു കേസ് തന്നതിന് പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ടെന്നൊക്കെ ക്വിന്നും ഉറപ്പിച്ചു പറയുന്നു. ഷെന്നും ഹ്വാങ്ങിന്റെ വൈഫിനെ ഞാൻ 2 തവണയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യമൊന്നും തന്നെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പിന്നീട് പെട്ടെന്നൊരു ദിവസമാണ് അവളും കേസ് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട് എന്നൊക്കെ ഷെന്നും ഉറപ്പിച്ചു പറയുകയാണ്. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നിട്ട് ഈ ഒരു കേസിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും എന്നൊക്കെ ഷെന്നും പറയുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.